KineMaster ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. അഡ്വാൻസ്ഡ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ ഡിസ്പ്ലേ മോഡ് ഫിൽ സ്ക്രീൻ ആക്കി മാറ്റുക. ഡിഫോൾട്ട് ഫോട്ടോ ഡ്യൂറേഷൻ 3.5 സെക്കൻഡായി സെറ്റ് ചെയ്യുക. ഡിഫോൾട്ട് ട്രാൻസിഷൻ ഡ്യൂറേഷൻ 1.5 സെക്കൻഡായി സെറ്റ് ചെയ്യുക. ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് അസസിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബ്ലൂ ആൻഡ് ഗ്രീൻ കമ്പൈൻഡ് സ്ക്രീൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫങ്ഷൻസ് എനേബിൾ ചെയ്യുക. കീ കളർ ഇവിടെ ക്ലിക്ക് ചെയ്ത് ടെംപ്ലേറ്റിൽ ഇതിന് സമാനമായ ബ്ലൂ കളർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ടെംപ്ലേറ്റിലെ ബ്ലൂ കളർ നമുക്ക് വേണ്ട വിധം പൂർണ്ണമായും ഇല്ലാതെയായിട്ടുണ്ട്. 4 ഇമേജുകൾ ഉൾക്കൊള്ളിക്കാവുന്ന ഒരു മാസ്ക് ടെംപ്ലേറ്റ് ആണിത്. എഡിറ്റിംഗിന് വേണ്ട സൗകര്യത്തിനായി ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്ക്രീൻ ഫുൾ മോഡിലാക്കി വെക്കാം. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും ആദ്യത്തെ മാസ്കിലേക്ക് വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജ് ആദ്യത്തെ മാസ്കിന് മുകളിലേക്ക് കൊണ്ടുവന്ന് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഇമേജ് മാസ്കിനുള്ളിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ രീതിയിൽ ബാക്കിയുള്ള എല്ലാ മാസ്കുകളിലേക്കും വേണ്ട ഇമേജുകളും ഓപ്പൺ ചെയ്ത് മാസ്കിനുള്ളിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇവിടെ എല്ലാ മാസ്കുകളിലേക്കും വേണ്ട ഇമേജുകളും വെച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്ക്രീൻ ഇമേജ് ക്യാപ്ചർ ചെയ്യുന്നതിനായി ഈ ക്യാപ്ചർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്യാപ്ചർ ആൻഡ് സേവ് കൊടുക്കുക. ഇമേജ് ക്യാപ്ചർഡ് ആയിട്ടുണ്ട്. ടൈം ലൈനിലുള്ള എല്ലാ ഇമേജ് ലെയറുകളും ഒന്നൊന്നായി ഡിലീറ്റ് ചെയ്ത് കളയുക. 4 ഇമേജുകൾ കൂടി മാസ്കിനുള്ളിലായി ഓപ്പൺ ചെയ്ത് വെക്കുക. ഇവിടെ എല്ലാ മാസ്കുകളിലേക്കും വേണ്ട ഇമേജുകളും വെച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്ക്രീൻ ഇമേജും ക്യാപ്ചർ ചെയ്യുന്നതിനായി ഈ ക്യാപ്ചർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്യാപ്ചർ ആൻഡ് സേവ് കൊടുക്കുക. ഇമേജ് ക്യാപ്ചർഡ് ആയിട്ടുണ്ട്. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളും ഒന്നൊന്നായി ഡിലീറ്റ് ചെയ്ത് കളയുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും മെയിൻ സ്ട്രീം വീഡിയോയിലേക്ക് വേണ്ട ഇമേജുകളെല്ലാം ഒന്നൊന്നായി ഓപ്പൺ ചെയ്യുക. ഇവിടെ നാം 6 ഇമേജുകളാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ട്രാൻസിഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും ഫൺ ട്രാൻസിഷൻസ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് മെനി സർക്കിൾസ് എന്ന ഈ എഫക്ട് സെലക്ട് ചെയ്യാം. ബാക്കിയുള്ള എല്ലാ ട്രാൻസിഷൻ പോയിന്റുകളിലും ഈ എഫക്ട് തന്നെയാണ് നമുക്ക് നൽകേണ്ടത്. അതിനായി അപ്ലൈ ടു ഓൾ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മെനി സർക്കിൾസ് എന്ന എഫക്ട് എല്ലാ ട്രാൻസിഷൻ പോയിന്റുകളിലും അപ്ലൈഡ് ആയിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതിനായി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിൻഡോ ക്ലോസ് ചെയ്ത് പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. ടൈം ലൈനിലുള്ള എല്ലാ ഇമേജുകളും ഒന്നൊന്നായി ഡിലീറ്റ് ചെയ്ത് കളയുക. ഇമേജ് അസസിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബർത്ത്ഡേ വിഷസ് വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫങ്ഷൻസ് എനേബിൾ ചെയ്യുക. ഈ കളർ ഇവിടെ ഗ്രീൻ കളർ തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെംപ്ലേറ്റിലെ ഗ്രീൻ കളർ നമുക്ക് വേണ്ട വിധം പൂർണ്ണമായും ഇല്ലാതെയായിട്ടുണ്ട്. നിങ്ങളുടെ KineMaster എക്സ്പോർട്ട് ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. വീഡിയോ ലെയർ മാസ്കിനുള്ളിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷനും ഈ വീഡിയോ ലെയറിന്റെ ലെങ്തിന് അനുസൃതമായി ട്രിം ചെയ്തോ എക്സ്റ്റെൻഡ് ചെയ്തോ വെക്കുക. നിങ്ങളുടെ KineMaster ക്യാപ്ചർ ഫോൾഡറിൽ നിന്നും ആദ്യം നാം ക്യാപ്ചർ ചെയ്ത ഇമേജ് ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫങ്ഷൻസ് എനേബിൾ ചെയ്യുക. ഇമേജിലെ ഗ്രീൻ കളർ റിമൂവ് ചെയ്യപ്പെടും.
ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഇമേജ് ലെയർ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിലായി കൊണ്ടുവന്ന് വെക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. കർസർ ഈ ലെയറിന്റെ ബിഗിനിങ്ങിൽ നിന്നും ഒരു ചെറിയ ദൂരം മുന്നോട്ട് വെക്കുക. ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഈ ആനിമേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കർസർ ഇവിടെ നിന്നും ലെയറിന്റെ എൻഡിങ്ങിലായി കൊണ്ടുവന്ന് വെക്കുക. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് ലെയർ ഇതുപോലെ പതിയെ മുകളിലേക്ക് ഉയർത്തി വെക്കുക. നിങ്ങളുടെ കൈൻമാസ്റ്റർ ക്യാപ്ചർ ഫോൾഡറിൽ നിന്നും രണ്ടാമതായി നാം ക്യാപ്ചർ ചെയ്ത ഇമേജ് ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫംഗ്ഷൻസ് എനേബിൾ ചെയ്യുക. ഇമേജിലെ ഗ്രീൻ കളർ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഇമേജ് ലെയറിന്റെ സൈസും ആദ്യത്തെ ഇമേജ് ലെയറിന്റെ സൈസിന് അനുസൃതമായി അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ സ്ക്രീനിന് താഴെയായി കൊണ്ടുവന്ന് വെക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറിന്റെ ഡ്യൂറേഷന് സമമായി വെക്കുക. കർസർ ഈ ലെയറിന്റെ ബിഗിനിങ്ങിൽ നിന്നും ഒരു ചെറിയ ദൂരം മുന്നോട്ട് വെക്കുക. ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഈ ആനിമേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കർസർ ഇവിടെ നിന്നും ലെയറിന്റെ എൻഡിങ്ങിലായി കൊണ്ടുവന്ന് വെക്കുക. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് ലെയർ ഇതുപോലെ പതിയെ മുകളിലേക്ക് ഉയർത്തി നിർത്തുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ഈ ഓഡിയോ ലെയറിന്റെ ഡ്യൂറേഷനും മറ്റുള്ള ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.